എൻട്രിയിലെ എംബഡഡ് സിസ്റ്റം കോഴ്സ് ബാക്കി കോഴ്സുകളെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫീ സ്ട്രക്ചർ കുറച്ച് അധികമായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളതാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചില ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ കോഴ്സൊക്കെ എംബഡഡ് സിസ്റ്റം കോഴ്സുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഇത്രയും ഫീസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. ഇതിനെക്കാട്ടും ഫീസ് കൂടിയ കോഴ്സുകളുണ്ട്. എൻട്രിയിൽ എന്തുകൊണ്ട് ഇത്ര ഫീസ് വരുന്നു എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഈ കോഴ്സ് എടുക്കുന്ന ആരും തന്നെ ട്രെയിനേഴ്സ് അല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് കോഴ്സ് എടുക്കുന്ന എല്ലാവരും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ മൊഡ്യൂൾസും അതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ആ മൊഡ്യൂൾസിനെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഒരു സി എക്സ്പേർട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ആർട്ടോസ് ആണെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ ബെയർ മെറ്റൽ പ്രോഗ്രാമിംഗ്, ഡ്രൈവർ ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും. പിന്നെ നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എംബഡഡ് ഡിവൈസുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. അതും നമ്മുടെ ഓഡിയൻസിന്, നമ്മുടെ സ്റ്റുഡൻസിന് നമ്മളതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി അവർക്ക് ടേക്ക് ഹോം ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന കാരണങ്ങൾ. ഒരാൾ പോലും നമുക്ക് ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ല ഈ കോഴ്സ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന റീസൺ. എല്ലാവരും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, വിവിധ കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എഞ്ചിനീയേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ കോഴ്സ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫീ സ്ട്രക്ചർ എൻട്രിയിലെ ബാക്കി കോഴ്സുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപടി മുകളിൽ നിൽക്കാനും കാരണം.